അഫ്ഗാനിസ്ഥാനിൽ യാത്രാ വിമാനം തകർന്നു വീണതായി റിപ്പോർട്ട്. മോസ്കോയിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയുന്നു. ബഡക്ഷാൻ പ്രവിശ്യയിലെ ടോപ്പ് ഖാന മലനിരകൾക്കിടയിലാണ് അപകടമുണ്ടായതെന്നാണ് അറിയുന്നത്. അതേസമയം ഈ വിമാനം ഏത് രാജ്യത്തു നിന്നുള്ളതാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, എന്താണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരങ്ങൾ? ഏത് രാജ്യത്തിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അപകടത്തിന്റെ വ്യാപ്തി എങ്ങനെയാണ്? ദിവിഷ, പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. DGCയുടെ ഒരു വിശദീകരണം വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു ഇത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വിമാനമല്ല എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാരെ വഹിച്ചു കൊണ്ടുപോയ ഒരു വിമാനം തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഈ തകർന്നു വീണിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അവിടുത്തെ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള ടോളോ ന്യൂസും അതല്ലാതെ മറ്റ് പ്രാദേശിക മാധ്യമങ്ങളും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു ചാർട്ടേഡ് വിമാനമായിരിക്കാം എന്നുള്ള ഒരു സംശയം വിദേശകാര്യ മന്ത്രാലയം പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അവരുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വൃത്തങ്ങളിൽ നിന്നും വരുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെ DGCയും വ്യക്തമാക്കുന്നു. കാരണം തങ്ങളുടെ യാത്രാ വിമാനങ്ങളെല്ലാം തന്നെ സുരക്ഷിതരാണ്. പ്രത്യേകിച്ചും നിരവധി വിമാനങ്ങൾ തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ പോലും ഇപ്പോൾ മോസ്കോ ആണെങ്കിലും അതല്ലാതെ മറ്റു രാജ്യങ്ങളിലേക്കും ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ഇന്ത്യൻ യാത്രാ വിമാനമോ അല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യാത്രാ വിമാനമോ അല്ല ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശദീകരണം DGCയുടെയും അതുപോലെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്കാരുമായി യാത്ര ചെയ്തൊരു വിമാനമാണെന്നുള്ള കാര്യം താലിബാൻ ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ചാർട്ടേഡ് വിമാനമാണോ എന്നുള്ളൊരു സാധ്യത, ആ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഇൻഫർമേഷൻ ആൻഡ് കൾച്ചർ മേധാവിയായിട്ടുള്ള സബീഹുള്ള അമീരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വിമാനം ഇത്തരത്തിൽ തകർന്നു വീണു എന്നുള്ള കാര്യം, അതുപോലെ തന്നെ മോസ്കോയിലേക്ക് പോയ വിമാനമാണ് തകർന്നു വീണത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ ടോപ്പ് ഖാന മലനിരകൾക്കിടയിൽ വെച്ച് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇതിനോടകം തന്നെ പ്രദേശത്തേക്ക് രക്ഷാസംഘം, ഈ അന്വേഷണ സംഘവും അതുപോലെ തന്നെ രക്ഷാദൗത്യ സംഘങ്ങളും തിരിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഏത് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനമാണ്, ഏത് രാജ്യത്തിൻ്റെ യാത്രാ വിമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണമില്ല. ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്, വിദേശകാര്യ മന്ത്രാലയവും DGCയും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത വിമാനമല്ല. പക്ഷേ ചാർട്ടേഡ് വിമാനമാണോ എന്നുള്ള സാധ്യത അത് ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് ദിവിഷ്. മറ്റേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നോ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്നോ ഇപ്പോൾ താലിബാൻ സ്ഥിരീകരിക്കുന്നു എന്ന് പറയുന്നു. മറ്റേതെങ്കിലും സമീപ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഈ ചാർട്ടേഡ് വിമാനമാണെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ജീവനക്കാരുമായി പോയ വിമാനമാണോ? അങ്ങനെ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? നിലവിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ ഒന്നും തന്നെ ഒരു സ്ഥിരീകരണമായിട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇപ്പോഴും ഈ ചാർട്ടേഡ് വിമാനം എന്നുള്ള സാധ്യത മാത്രമാണുള്ളത്. അതും പ്രത്യേകിച്ചും വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ പറയുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും യാത്രാ വിമാനങ്ങളൊന്നും തന്നെ ഇത്തരത്തിൽ അപകടപ്പെട്ടിട്ടില്ല, എല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ യാത്രാ വിമാനമാണോ ചാർട്ടേഡ് വിമാനമാണോ എന്നുള്ള സംശയത്തിലേക്ക്, ആ ഒരു സാധ്യതയിലേക്ക് പോയിരിക്കുന്നത്. മാത്രമല്ല വായുസേനയും പറയുന്നുണ്ട് സൈനികരെ കൊണ്ടുപോയ ഒരു വിമാനവും അപകടത്തിൽപ്പെട്ടിട്ടില്ല. തങ്ങളുടെയും എല്ലാ വിമാനങ്ങളും പ്രത്യേകിച്ചും ഫൈറ്റർ ജെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ഇപ്പോൾ ട്രാൻസ്പോർട്ട് വിമാനങ്ങളും വ്യോമസേനയുടെ തന്നെ പാസഞ്ചർ വിമാനങ്ങളും എല്ലാം തന്നെ സുരക്ഷിതമാണ്. തങ്ങളുടെ വിമാനങ്ങളൊന്നും തന്നെ അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം വ്യോമസേനയും അല്പം മുൻപ് തന്നെ സ്ഥിരീകരിച്ചു. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ DGCയുടെ വിശദീകരണം കൂടെ വരുന്നത്. തങ്ങളുടെ രാജ്യത്ത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളെല്ലാം തന്നെ സുരക്ഷിതമാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഈ ടോപ്പ് ഖാന മലനിരകൾക്കിടയിൽ വെച്ച് അപകടം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ബഡക്ഷാൻ പ്രവിശ്യയിൽ സിവാക് എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്, സ്ഥിരീകരിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം തന്നെയായിരിക്കും കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ സ്ഥിരീകരണം. ചൈനയും താജിക്കിസ്ഥാനും പാകിസ്ഥാനും ഒക്കെയായി അതിര് പങ്കിടുന്ന സ്ഥലത്താണ് ഈ ബഡക്ഷാൻ പ്രവിശ്യ. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്.